വേദിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം. ഇന്നലകളിൽ ഇന്ന്. മെയ് 13 പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായിരുന്ന മൊയ്യാരത്ത് ശങ്കരൻ രക്തസാക്ഷിത്വം വരിച്ചു. കോൺഗ്രസുകാരനായാണ് മൊയ്യാരത്ത് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. സവർണ കുടുംബത്തിലായിരുന്നു ജനനമെങ്കിലും സവർണ മേധാവിത്വത്തെ അദ്ദേഹം വെറുത്തിരുന്നു. 14-ാം വയസ്സിൽ തന്നെ അംശം അധികാരികളുടെ തെറ്റായ ചെയ്തികളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ശങ്കരൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത്. അവിടെ നിന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വന്നെത്തി. കേരള കേസരി എന്നൊരു പത്രവും അദ്ദേഹം നടത്തിയിരുന്നു. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലിലായി. മലബാറിൽ കർഷകരെ സംഘടിപ്പിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു ശങ്കരൻ. കമ്മ്യൂണിസ്റ്റുകാരനായതോടെ കൊടിയ മർദ്ദനങ്ങൾക്കിരയായി. എൻ്റെ ജീവിതം ആണ് ആത്മകഥ. ഒരു പെൺകിടാവിൻ്റെ തൻ്റെ ഇടം എന്ന നോവലും എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, CR ദാസ്, സ്വാമി വിവേകാനന്ദന്റെ കത്തുകൾ എന്നിവയാണ് മറ്റു കൃതികൾ. 1948 മെയ് 11 മൊയ്യാരത്തെ പോലീസ് അദ്ദേഹത്തെ പിടികൂടി തല്ലിച്ചതച്ചു. മൃതപ്രായനായ അദ്ദേഹത്തെ കണ്ണൂർ ജയിലിലടച്ചു. 1948 മെയ് 13 കണ്ണൂർ ജയിലിൽ അദ്ദേഹം മരണമടഞ്ഞു. ബന്ധുക്കൾക്ക് അവസാനമായി ഒന്ന് കാണാൻ പോലും അവസരം നൽകാതെ ആ ധീര രക്തസാക്ഷിയുടെ മൃതദേഹം ജയിൽ വളപ്പിൽ എവിടെയോ മറവ് ചെയ്തു. ഇന്ന് മെയ് 13 നമുക്ക് ഓർക്കാം ആ ധീര രക്തസാക്ഷിയെക്കുറിച്ച്.